കേരളത്തെ രോമാഞ്ചകജ്ജിതരാക്കിയ മത്തി കുക്കർ മത്തിയുമായി ചില്ലുകുപ്പി ഇതാ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചില്ലുകുപ്പിയുടെ ഏറ്റവും പുതിയ ഐറ്റം, ചേച്ചിമാരുടെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മത്തി വെട്ടിക്കഴുകിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ മത്തിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ്. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. ഇതാണ് നമ്മുടെ ബേസിക് മസാലയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം മുളക് പൊടി ഇട്ട് അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ബേസിക് മസാല. ഈ മസാലയിലാണ് നമ്മൾ ഈ കുക്കർ മത്തി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് 3 മസാലകളും യോജിപ്പിച്ചതിന് ശേഷം കൈ കൊണ്ട് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആ മസാല ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടിയുടെ പരുവെന്ന് പറയുന്നത്, ഡ്രൈ അല്ല എന്നാൽ വെറ്റുമല്ല, ആ ഒരു പരുവത്തിൽ വേണം മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ 3 പൊടിയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് തൽക്കാലം ബേസിക് മസാലയിൽ മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. ബാക്കിയുള്ള ഉപ്പ് നമ്മൾ കറി കുക്കർ മത്തി റെഡിയായി കഴിയുന്ന അതിൻ്റെ മസാലക്കൂട്ടും അതിൻ്റെ അരപ്പും ഒക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിടാം. എണ്ണ ചേർത്ത് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ചമ്മന്തിപ്പൊടിയുടെ പരുവത്തിലേക്കാണ് നമ്മൾ അരപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു തരിതര പരുവത്തിൽ നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ അരപ്പാണ് ഇതിൻ്റെ ഏറ്റവും ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിലാണ് നമ്മൾ ഈ കുക്കർ മത്തി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അരപ്പ് റെഡിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അരപ്പിനകത്തേക്ക് നമ്മൾ മത്തി ഇട്ടിട്ട് ഒരു മണിക്കൂർ അല്ല അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്. അരപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വെട്ടിക്കഴുകി വെച്ച മത്തി റെഡി ആയിട്ടുണ്ട്. മത്തിയിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തിട്ട് പതുക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനുള്ള പ്രോസസ്സാണ് അടുത്തത്. അപ്പോൾ ഈ മത്തിയിലേക്ക് അരപ്പിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം, അരമണിക്കൂർ മാക്സിമം അരമണിക്കൂർ വെച്ചാൽ മതി. അതിനെ മിക്സ് ചെയ്യുക, മത്തി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേഷൻ വേണ്ടി മാറ്റി വയ്ക്കണം. അങ്ങനെ മാറ്റി വെച്ച് കഴിയുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതാണ് അതും വളരെ സിമ്പിളാണ്. നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 ഐറ്റം കൂടെ ഒരു മിക്സിയിൽ ചതഞ്ഞ പരുവത്തിൽ ചതച്ചെടുക്കുന്നതാണ് നമ്മളുടെ അടുത്ത കടമ്പ. അപ്പോൾ ഇങ്ങനെ മത്തി മസാല പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക്. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. അപ്പോൾ അങ്ങനെ മത്തിയിൽ മസാല പുരട്ടി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നതാണ് അടുത്തത്. അതായത് കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്ത കുരുമുളക് പെപ്പർ അതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് നമ്മളൊരു ഒരു അഡീഷണൽ ഒരു സ്റ്റെപ്പാണിത്. അത് നമ്മൾ എല്ലാവരും കാണിക്കുന്ന വീഡിയോ ഇല്ല, പക്ഷേ നമ്മൾ കുരുമുളക് പൊടി ചേർത്താലും കുരുമുളക് ചതച്ചതും കൂട്ട ഒരു എക്സ്ട്രാ ഫ്ലേവർ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ്. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3 കൂടെ മിക്സിയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ച് എടുക്കുക. അതായത് ഒരുപാട് അരയരുത്, എന്നാൽ അരയണം, ആ ഒരു പരുവത്തിലെടുക്കുക. പിന്നെ മിക്സിയിൽ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് എടുക്കാം. ഒരു 10 സെക്കൻഡ് ഇട്ടിട്ട് ഒരു 2-3 കറക്കുമ്പോഴത്തേക്ക് അരപ്പ് റെഡിയാകും. അരപ്പ് റെഡിയായിട്ടുള്ള പരുവം ഞാൻ കാണിച്ചു തരാം. ഈ പരുവത്തിൽ എടുത്താൽ മതി. ഇത്ര അറിയാൻ പാടില്ല, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഈ അരവ് ഓക്കെയാണ്. അതിനുശേഷം കുക്കർ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിലേക്ക് നമ്മൾ കരിവേപ്പില ഒരു 10 അല്ലി, അതായത് ഒരു 7-10 അല്ലി അതിൻ്റെ ബേസിലേക്ക് നമ്മൾ അടുക്കി കൊടുക്കുക. ഈ കരിവേപ്പിലയുടെ പുറത്ത് വേണം നമ്മൾ മത്തി അറേഞ്ച് ചെയ്യാനായിട്ട്. 1/2 കിലോ മത്തിയാൽ, ഞാൻ 1/4 കിലോ മത്തിയാലും ഓക്കെയാണ്. അതിന് ശേഷം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ കരിവേപ്പിലയുടെ പുറത്ത് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് പെറുക്കി അതിൻ്റെ പുറത്ത് അടുക്കി വെച്ച് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും, ഈ കുക്കർ മത്തിയുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. 1 by 1 ആയിട്ട് നമ്മൾ ഓരോ മത്തി മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി ആ മസാലയോട് കൂടി നമ്മൾ കുക്കറിൻ്റെ ഏറ്റവും ബേസിലേക്ക് നമ്മൾ അടുക്കി കൊടുക്കുന്നു. അടുക്കി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും പുറത്ത് ആയിരിക്കണം നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. ആ ഓരോ മത്തി അടുക്കി വെച്ച് നമ്മൾ മാക്സിമം ലെവലിൽ അടുക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കതിന് മിച്ചമുള്ള മസാല വരുന്ന ആ മസാലയും ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കഴുകി നമുക്ക് ആ മസാലക്കൂട്ട് അങ്ങോട്ട്, ആ അരപ്പ് വെള്ളം അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിച്ചമുള്ള മസാലയൊന്നും കളയണ്ട, അതിനകത്ത് ഒരുപാട് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അത് കളയണ്ട. ആ അരപ്പ് വെള്ളം കൂടെ കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഏതാണ്ട് ഈ പരുവത്തിലേക്ക് നമുക്ക് ആയി കിട്ടും. ഓക്കെ, ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാനും കുക്കറിൽ വിസിലടിക്കാനും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം, അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യം പുളിവെള്ളം. വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുടംപുളി ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ വാളംപുളിയാണ് പുളി കുറച്ച് വേണ്ടവർക്ക് വേണ്ടത്. പുളി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടംപുളി ചേർക്കണം. കുടംപുളിയും കൂട്ടാണ്, പക്ഷേ കുടംപുളി ഒരുപാട് ചേർത്ത് കുളവാക്കരുത്. ആ പുളിവെള്ളം കഴുകി കൂടെ നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക.
പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇതായി 2 കപ്പ് വെള്ളം, അതായത് മത്തി എന്തോരം ഉണ്ടോ, മത്തി ഈ കൂട്ട് എന്തോരം ഉണ്ടോ അതിനൊപ്പത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചാറ് ഒരുപാട് വേണ്ടാത്തവർക്ക് 1 കപ്പ് വെള്ളം തന്നെ ആവശ്യത്തിന് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയി നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മുടെ അരപ്പിൽ നമ്മൾ നേരത്തെ വെച്ച് ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ആ അരപ്പ് നമ്മൾ നേരെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സിയിൽ നിന്ന് അരച്ച് ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുമില്ലെങ്കിലും ചുവന്നുള്ളി ഇടാൻ മറക്കരുത്. പക്ഷേ ചതച്ചിടുന്നതാണ് നല്ലത്. ഞാൻ അരച്ചപ്പോൾ അരപ്പ് കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ല. അരപ്പ് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം തരിതരി പോലെ നമുക്ക് കഷ്ണങ്ങൾ കിട്ടും ചുവന്നുള്ളിയുടെ. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ അരപ്പുള്ള മിച്ചം വരുന്ന അരപ്പിൻ്റെ വെള്ളം കൂടെ അത് കഴുകി ഒഴിച്ചു കൊടുക്കണം. മിച്ചം വരുന്ന ഒരു അരപ്പ് ഒരു വെള്ളവും നമ്മൾ പുറത്ത് കളയാൻ പാടില്ല. അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കറിയുടെ ഫൗണ്ടേഷൻ റെഡിയായി, ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി, അരപ്പും റെഡിയായി. നമ്മളിനി കുക്കറിൽ വെച്ച് 3 വിസിലടിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ കൂടരുത്. 3 വിസിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മത്തി പൊട്ടിത്തെറിച്ച് അവൻ ഒരുമാതിരി മത്തി കഞ്ഞി പോയ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. 3 വിസിലടിക്കാവുള്ളൂ. അതിന് ശേഷം 3ാമത്തെ വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യുക, കുക്കർ ഓഫ് ചെയ്ത് വയ്ക്കുക. നമുക്ക് എയർ പോകാൻ വേണ്ടിയിട്ട് കുക്കർ വയ്ക്കാം. അപ്പോൾ കുക്കറിൻ്റെ എയർ എല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ പതുക്കെ കുക്കർ തുറക്കാൻ പോവുകയാണ്. നമ്മുടെ കുക്കർ മത്തി എന്തായാലും നമുക്ക് കാണാം. ഞാൻ ആദ്യം ഓർത്ത് പേടിച്ചിരുന്നു കേട്ടോ. കാരണം ഈ മത്തിയെല്ലാം പൊട്ടിപ്പോകുമെന്നൊരു പേടി. ചേച്ചിമാരൊക്കെ പറയുന്നത് 3 വിസിലെന്ന് പറയുമ്പോൾ മത്തിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ മത്തി ഒന്നും പൊട്ടാതെ നല്ല ക്ലിയറായിട്ട് ആ പുളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഗ്രേവി പിടിച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് ആ ഗ്രേവി കിട്ടിയെന്നുള്ളത് ഭാഗ്യം തന്നെയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം ഇങ്ങനെയൊന്നും കിട്ടാറില്ല എന്നുള്ളത് ഇതാണ്. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിമാരുടെ ഒപ്പം നമുക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മത്തി നല്ല കിടിലിനായിട്ട് ഒരുപാടൊന്നും പൊട്ടാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കിടിലൻ. ഇനി ഉണ്ണണം. ഇത് വെച്ച് ചോറ്, നല്ല പച്ചരിച്ചോറിൻ്റെ കൂടി ഇത് പിടിച്ചങ്ങോട്ട് കഴിച്ചാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നും മക്കളെ, സ്വർഗം കണ്ടുപോകും.